ഐശു ഐശു സമയായി എഴുന്നേക്ക് കേട്ടോ. ഇനി 2 മണിക്കൂറിൽ ഇറങ്ങണം കേട്ടോ. എഴുന്നേക്കും. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ എണീറ്റു ഇത് ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടു. നമുക്കിനി ബ്രഷ് ചെയ്ത് റെഡി ആവാട്ടോ. ഇപ്പം സമയം 8:10 നമുക്കൊരു 10 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. 1-2 ചെറിയ പരിപാടികളും കൂടെ ഉണ്ട്. ഇന്നലെ അവസാനം ഉറക്കമൊക്കെ കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴാണ് 1-2 ചെറിയ കാര്യങ്ങളും മിസ് ചെയ്തിരിക്കുന്നു വാങ്ങിക്കാന്നുള്ളത് ഓർത്തത്. ചെറിയ കാര്യങ്ങളല്ല, കുറച്ച് വലിയ കാര്യങ്ങൾ തന്നെയാണ്. വഴിയെ പറയാം. ഉറക്കത്തിന് എണീറ്റേ ഉള്ളൂ, പിച്ചുമേയും പറയുന്ന പോലെ തോന്നുന്നുണ്ട്. ഞാൻ നല്ല ഉറങ്ങിപ്പോയി ഇന്നലെ. കാരണം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ വിഷ്ണു എണീറ്റ് താഴെ പോയിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് എയർപോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. വിഷ്ണു ചെറിയൊരു വിഷമത്തിലാണ് കേട്ടോ. വിഷ്ണു തീരെ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാറില്ല. എപ്പോഴും ഫ്രണ്ട്സിൻ്റെ ഒപ്പം അങ്ങനെയൊക്കെയാണ് നിൽക്കാറ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമം. അപ്പോൾ സമയം കളയണ്ട. വെൽക്കം ടു എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഗുഡ് മോർണിംഗ്. ചെറിയ തണുപ്പുണ്ടല്ലോ. ഞാൻ ചായ കുടിച്ചു എന്നെ വെയിറ്റ് ചെയ്യാതെ. സമയം 9 മണി തൊട്ടാ 10 മണിയാകുമ്പോൾ ഇറങ്ങണ്ടേ? എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം. ഞാൻ പോയി ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം. പോവാം. ഉറക്കക്ഷീണം അങ്ങോട്ട് മുഴുവൻ മാറാത്തൊരവസ്ഥ. പകുതി എവിടേക്കൊക്കെയോ ഉറക്കം അവിടെ ഇവിടെയൊക്കെ തങ്ങി നിൽക്കുന്ന പോലെ. 9:15 നമുക്കൊരു 10 മണിയാകുമ്പോൾ ഇറങ്ങണം കേട്ടോ. നേരത്തെ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 1-2 വ്ളോഗ് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ, ഞാനൊരു ഇൻസ്റ്റാ 360 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെമ്മറി കാർഡ് വേണം. മെമ്മറി കാർഡ് ഓർഡർ ചെയ്ത് ആദ്യത്തെ മെമ്മറി കാർഡ് ആമസോൺ തന്നെ ക്യാൻസൽ ചെയ്തു. രണ്ടാമത്തെ മെമ്മറി കാർഡ് ഇന്നലെ എത്തേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് നാളെ എത്തുള്ളൂ എന്നാണ്. പക്ഷെ ഞാൻ ഇന്ന് ട്രാവൽ ചെയ്യുമല്ലോ. അപ്പോൾ ഇതുവരെ ആ യന്ത്രം ഒന്നും ഉപയോഗിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് പോകുന്ന വഴിക്ക് ഇവിടെ മീഡിയ മാർട്ടിൽ കയറിയിട്ട് കൈയോർക്കാൻ ഒരു മെമ്മറി കാർഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ നാട്ടിൽ വന്നാൽ കുറച്ചൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാനുള്ളത്. പിന്നെ 2 വിഷ്ണുവിനെ ഞാനല്ലേ ഇവിടെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാറ്. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ വിഷ്ണു എങ്ങനെ ഓഫീസിൽ പോകും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ P+R ഉണ്ട്, അതായത് പാർക്ക് ചെയ്തിട്ട് ട്രെയിൻ എടുത്ത് പോകാൻ പറ്റുന്ന ഒരവസ്ഥ. അപ്പോൾ അതെവിടെയാണെന്നും ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണം. ഇത് രണ്ടും ഞാൻ മുന്നേ വിചാരിച്ചിരുന്ന കാര്യമാണ്. മെമ്മറി കാർഡ് നടന്നില്ല, മറ്റേത് മറന്നും പോയി. അപ്പോൾ ഈ 2 കാര്യം കൂടെ ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. വിഷ്ണു ഹാഫ് ഡേ ലീവ് എടുത്തിരിക്കുകയാണ്. ഇന്ന് ഈവനിങ് വിഷ്ണു പ്രതുവിൻ്റെ അങ്ങോട്ട് പോകും. അവിടെ ഒരു 2-3 ഡേയ്സ് നിന്നിട്ടാണ് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ളൂ. വിഷ്ണു അധികം അങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല. എപ്പോഴും എറണാകുളത്തൊക്കെ ആയിരുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ ഒപ്പം, ഇവിടെ വന്നിരുന്ന സമയത്തും ആദ്യം റൂം ഷെയർ ചെയ്യായിരുന്നല്ലോ. അപ്പോൾ അപ്പോഴും ഫ്ലാറ്റിൽ ആളുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വിഷ്ണുവിന് ഉണ്ട്. ചില ആൾക്കാർ ചില പോലെ ആയിരിക്കുമല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് മീ ടൈമും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. വിഷ്ണുവിന് അതൊട്ടും ആവശ്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ പോയിട്ട് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താണെന്നുള്ളത് വ്ളോഗിൽ കൂടെ ഞാൻ പറയാം. അപ്പോൾ അതിനെനിക്ക് എന്തായാലും പോയേ പറ്റൂ. അതിന് തന്നെയാണ് എനിക്ക് പ്രയോറിറ്റി വരുന്നത്. അപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, വിഷ്ണുവിനും ഞാനത് ചെയ്യുന്നത് തന്നെയാണ് പ്രയോറിറ്റി. അപ്പോൾ അതിനെന്തായാലും പോയേ പറ്റൂ. അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാനോ മാറ്റി വെക്കാനോ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് വഴിയെ പറയാം. തൽക്കാലം ഇപ്പം ഞാൻ പോയി റെഡി ആവട്ടെ. ഞാൻ അധികം ചിന്തിച്ചിട്ടില്ല ഏത് ഡ്രസ്സാണ് ഇടുക എന്നുള്ളത്. ഒരു ഡ്രസ്സ് ഞാൻ നാളെ പോയി വാങ്ങിയായിരുന്നു, അതിടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് പോയി നോക്കാം ഏത് ഡ്രസ്സാണ് ഇടാൻ പറ്റുക എന്നുള്ളത്. കുറച്ച് ലൂസായിട്ട് കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സ് ഇടണം. കാരണം ഏകദേശം ഒരു 16-17 മണിക്കൂർ ട്രാവൽ വരുന്നുണ്ട്. എൻ്റെ ഫ്ലൈറ്റ് വരുന്ന ഉച്ചയ്ക്ക് 2 മണിക്കാണ്. രാത്രി 1:45 അതായത് നാട്ടിലെ സമയം കേട്ടോ. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഇവിടുത്തെ സമയം. അപ്പോൾ 3.5 മണിക്കൂർ വ്യത്യാസമുണ്ട് നാടും ഇവിടെയും തമ്മിൽ ഇപ്പോൾ സമയത്തിൽ. അപ്പോൾ അതായത് നമ്മൾ 3.5 മണിക്കൂർ ബാക്കിലാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 5:30. എന്നിട്ട് നാട്ടിലെ സമയം 1:45 ഞാൻ ഡൽഹി എത്തുന്നത്. അതായത് 3.5 മണിക്കൂർ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സമയം കൺഫ്യൂഷൻ ആവുന്നില്ല. സിമ്പിൾ ആക്കിയിട്ട് നാട്ടിലെ സമയം 5 മണിക്കാണ് ഫ്ലൈറ്റ്. 1:45 ഞാൻ ഡൽഹി എത്തും. ഡൽഹിയിൽ പിന്നെ എനിക്കൊരു 3.5 മണിക്കൂർ വെയിറ്റിംഗ് വരുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് എനിക്ക് നെടുമ്പാശ്ശേരിയിലോട്ട് ഫ്ലൈറ്റ് 7:30 ഞാൻ നെടുമ്പാശ്ശേരി എത്തുന്നത്. അപ്പോൾ അച്ഛനും മമ്മിയും അവിടെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വരുമായിരിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ പോകും. വരും. അപ്പോൾ
അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ പോയി ഞാൻ റെഡി ആവട്ടെ. പൊളിച്ചിരുന്ന് ഫ്ലൈറ്റിൽ കാണും. എമിലി ഇൻ പാരീസിൻ്റെ സീസൺ 4 വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫ്ലൈറ്റിൽ ഞാൻ ബിസി ആയിരിക്കും. എനിക്ക് എല്ലാതെയും കൂടെ എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ അധികം ഒട്ടും സീരീസ് കാണാത്ത ഒരാളാണ്. കാണാൻ താല്പര്യമില്ല എന്നിട്ടല്ല, എനിക്കൊരു ഭയങ്കര ടൈം കില്ലിങ് സാധനമായിട്ട് തോന്നും കേട്ടോ. ഭയങ്കര സമയം അതിനു വേണ്ടി പോകും. എനിക്കാണെങ്കിൽ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് അടുത്ത എപ്പിസോഡ് എന്താണെന്നുള്ളത് അറിയാനുള്ള ഭയങ്കര ത്വരയാണ്. അപ്പോൾ എല്ലാം മാറ്റി വെച്ച് ഞാൻ സീരീസ് കാണാൻ വേണ്ടി തുടങ്ങിയൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ റിയലൈസ് ചെയ്തു ഇതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല, ഉപകാരമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വേറെ ചെയ്യാമെന്ന്. അതോടുകൂടെ ഞാൻ അവസാനമായി അവസാനിപ്പിച്ച ഒരു സീരീസ് ആയിരുന്നു എമിലി ഇൻ പാരീസ്. അപ്പോൾ എമിലി ഇൻ പാരീസിൻ്റെ സീസൺ 4 ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് 5 എപ്പിസോഡ്സേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 എപ്പിസോഡും കൂടെ എപ്പോഴാണ്, സെപ്റ്റംബർ 15th വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീരീസോട് കൂടെ ഞാൻ നിർത്തും. അതിന് മുന്നേ കാണണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ മാനിഫെസ്റ്റ് കണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ അഡിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങുമൊന്നും ചെയ്യാതെ വിഷ്ണു മോള് കിടന്ന് ഉറങ്ങുന്നു, ഞാൻ താഴെ ഇരുന്ന് കാണുന്നു എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ തീരുമാനിച്ചതാണ് നോ ടു സീരീസ്. പക്ഷേ എമിലി ഇൻ പാരീസ് നമ്മൾ അന്ന് കണ്ടുവച്ചതുകൊണ്ട് നമ്മൾ കാണും. യൂഷ്വൽ 1-2 ഡ്രസ്സ് മാറ്റിയതിനു ശേഷം നമ്മൾ ഈ ഡ്രസ്സ് ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഡ്രസ്സല്ല, ഈ ഒരു ടീഷർട്ടും ഇതൊരു ഭയങ്കര ലൂസായിട്ടുള്ള ഒരു കോട്ടന്റെ പാൻസ് ആണ് കേട്ടോ. ഒരു പജാമ സെറ്റ് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു സാധനം. പക്ഷെ ഭയങ്കര സുഖം ഇടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഞാൻ പറഞ്ഞില്ല കുറച്ച് നീണ്ട ഫ്ലൈറ്റിലായതുകൊണ്ട് കംഫർട്ടാണ് മുഖ്യം ബാക്കി എന്തിനേക്കാളും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പോകുമ്പോൾ ഞാൻ ഒന്നും അറിയാറില്ലല്ലോ, വിഷ്ണു ബാഗ് എടുക്കുമ്പോൾ എല്ലാ കാര്യം ഉണ്ടായിരിക്കും. ഞാനിങ്ങനെ പടം നയിക്കുന്ന രാജാവിനെ പോലെ മുന്നിലിങ്ങനെ നടക്കും. പക്ഷെ ഇതല്ല, ഒരു 3 പെട്ടിയും എൻ്റെ ബാക്കിലൊരു ബാഗും വേറെ എന്നെയും എൻ്റെ പാസ്പോർട്ടും ഒക്കെ എനിക്ക് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം നോക്കി കണ്ടും വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ്. പക്ഷെ പുറത്ത് വെക്കുന്ന ഒരു ബാഗും കൂടെ ഉണ്ട് എൻ്റെ വ്ളോഗിങ്ങിൻ്റെ കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളും കൂടെ വെക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഒരു 10-15 മിനിറ്റിൽ ഇറങ്ങാം. അവസാനത്തെ റൗണ്ട് ഓഫ് പാക്കിങ്ങും കൂടെ ബാക്കിയുണ്ട്. അത് ചെയ്ത് തീർത്ത് നമുക്ക് ഇറങ്ങാം. എനിക്ക് വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഞാൻ റൂമിലല്ല പുറത്ത് നിന്ന് വോയിസ് ഓവർ ചെയ്യുന്ന ചെറിയ ചെറിയ ശബ്ദങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുക, നിങ്ങൾ ഇഗ്നോർ ചെയ്യാം കേട്ടോ. വെയിങ് സ്കെയിൽ വെച്ചിട്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പെട്ടി വേ ചെയ്യുക എന്നുള്ള കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. തിരിച്ച് നമ്മൾ ആംസ്റ്റർഡാമിലെത്തിയ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയ ഉടനെ നമ്മളൊന്നും കൂടെ ചെക്ക് ചെയ്യുന്നതാണ് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് വേ ചെയ്യുകയെന്ന്. തൽക്കാലം ഇപ്പോൾ നമ്മുടെ വെയിങ് മെഷീനും ബക്കറ്റും വെച്ചിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയത്. ആസ് യൂഷ്വൽ വെയിറ്റ് എക്സ്ട്രാ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു ക്രോസ് ബാഗിലാണ് ഞാൻ എൻ്റെ റെസിഡൻറ്റ് പെർമിറ്റും അതേപോലെ തന്നെ പാസ്പോർട്ടും അങ്ങനെ അത്യാവശ്യത്തിനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം വെക്കുന്നത്. എല്ലാ പെട്ടിയിലും ഒരു 1 കിലോ 1.5 കിലോ ഒക്കെ കൂടുതലാണ് കേട്ടോ. പക്ഷേ നമ്മളെല്ലാം കൂടെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഞാൻ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് നമ്പർ ലോക്കൊക്കെ വെച്ച് ലോക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഭാഗ്യം പോലെ നോക്കാം എത്ര പെട്ടിയൊക്കെ ഒരു കടത്തിവിടില്ല എന്നുള്ളത്. ഇതെനിക്ക് ഭയങ്കര ആങ്സൈറ്റി ഉള്ളൊരു ടൈമായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എല്ലാം ഞാൻ പ്രോപ്പറായി എടുത്തു വെച്ചിട്ടില്ലേ, ഇനി ഒന്നും ബാക്കിയില്ലല്ലോ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വീട്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കുമല്ലോ. ഇപ്പോൾ എല്ലാ ഡ്രസ്സും ഒന്ന് മടക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അതൊന്നും എനിക്ക് അത്ര സമയം കിട്ടിയില്ല. അപ്പോൾ അതെല്ലാം കൂടെ ആലോചിച്ച് ഒരു തിക്കും തിരക്കും ബഹളവും ഉള്ളൊരു സമയമായിരുന്നു ഇത്. പിന്നെ എന്നെപ്പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ എത്ര ഹാപ്പി ആണെങ്കിലും വീട് പൂട്ടി ഇറങ്ങാൻ നേരമുള്ളതുണ്ടല്ലോ, അതിപ്പോൾ ചെറിയൊരു സ്ഥലത്തോട്ടായാലും മതി, വീട് ലോക്ക് ചെയ്ത് ഒരു 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ എനിക്ക് ആകെ മൊത്തം ഒരു ടെൻഷനാണ്. എന്തൊക്കെയോ ചെയ്ത് തീർന്നില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തൽക്കാലം പെട്ടിയെല്ലാം എടുത്ത് കാറിൽ വെക്കാമെന്ന് വിചാരിച്ചു. വിഷ്ണുവിന് ലഗേജ് മൊത്തമായിട്ട് എടുക്കാൻ ഞാൻ സമ്മതിക്കാറില്ല കേട്ടോ. കാരണം കഴിഞ്ഞ കൊല്ലം ഈ ഒരു സമയത്ത് വിഷ്ണുവിന് സിയാറ്റിക്കയുടെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വല്ലാതെ അങ്ങോട്ട് വെയിറ്റ് എടുക്കാൻ ഞാൻ സമ്മതിക്കാറില്ല, പുള്ളി എടുക്കും ചെയ്യാറില്ല. കാരണം അത് ഇപ്പോൾ പുള്ളിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1 to 2 years എങ്കിലും ഒന്ന് പ്രോപ്പർ റെസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഞാനും വിഷ്ണുവും കൂടെയാണ് പെട്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, മേജർ വെയിറ്റ് ഞാൻ എടുക്കുന്ന പോലെ. അങ്ങനെ ഫൈനലി നമ്മൾ വീടൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങിയിട്ടോ. എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് ഇപ്പം എനിക്ക് ഡോമിനേറ്റ് ചെയ്യണത്. കാരണം നാട്ടിലേക്ക് വരികയാണ്, വീട്ടിലേക്ക് വരികയാണെങ്കിലും നമ്മൾ 5 കൊല്ലം ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതും നമ്മുടെ വീട് തന്നെയാണല്ലോ. അപ്പോൾ വീടൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട്. പക്ഷെ 1 മാസത്തിലാണ്, നല്ല കാര്യങ്ങൾക്കാണ് പോണത്. പോയിട്ട് തിരിച്ചു വരും. പിന്നെ വിഷ്ണു കൂടെ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ അതിൻ്റെയും ഒരു ചെറിയൊരു വിഷമം തോന്നുക. പക്ഷേ ഫ്ലൈറ്റിലൊക്കെ കയറി ശരിയാവും. നമ്മളധികം ഇമ്പോർട്ടൻസ് കൊടുക്കരുത് അല്ലേ. അപ്പോൾ വിഷ്ണുവിൻ്റെ ആദ്യത്തെ പ്ലാൻ ഒരു 2 hours വർക്കിന്ന് ബ്രേക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ നടക്കില്ല എന്ന് മനസ്സിലായിട്ട് ഒരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഹോഫ് ഡോർപ്പ് സെൻറ്റർ വന്നിരിക്കുകയാണേ. നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഫേസ് വാഷും തീർന്നിരിക്കുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തർക്കും ഓരോ നല്ല ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ ഫേസ് വാഷും പിന്നെ അതേപോലെ മെമ്മറി കാർഡാണ് ഇമ്പോർട്ടൻ്റ്. ഫേസ് വാഷ് പിന്നെ ഒഴിവാക്കിയാണ്. അപ്പോൾ മെമ്മറി കാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടി പിടിച്ച് വന്നിരിക്കുകയാണ്. 10 മിനിറ്റിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് കാറ് കയറി എയർപോർട്ടിലെത്തണമെന്നാണ് പ്ലാൻ.
റൺ വിഷ്ണു, വാ. വിഷ്ണു മീഡിയ മാർട്ടിലോട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ എറ്റോസ്റ്റ് വന്നിരിക്കുകയാണ് ഫേസ് വാഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഈ മാസം നാട്ടിലോട്ടുള്ള ഷോപ്പിംഗ് ആവുകൊണ്ടേ എൻ്റെ അക്കൗണ്ട് ഞാൻ തൂത്ത് വെടിച്ചെടുത്തിരിക്കുന്നു. ഒരു ഫേസ് വാഷ് വാങ്ങിക്കാനുള്ള പൈസ തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ഫേസ് വാഷ് വാങ്ങിക്കാൻ വരുന്നത്. ഒരു പ്രൊഡക്റ്റ് കുറേ കാലം ഉപയോഗിച്ചാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണല്ലോ ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് ഞാൻ സെറാവിയിലാണ്. വിഷ്ണു ദേ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കിനി വിഷ്ണുവിനെ കണ്ടുപിടിച്ച് പെട്ടെന്ന് കിട്ടിയോ? മതി. അങ്ങനെ നമ്മൾ എനിക്ക് ആവശ്യമുള്ള ഒരു C to ലൈറ്റ്നിങ് കേബിളും കൂടെ വാങ്ങിച്ചു കേട്ടോ. കാരണം ചാർജർ എടുത്തിട്ടില്ല എന്നുള്ള ഇപ്പോൾ ഓർമ്മ വന്ന്. പിന്നെ നമ്മുടെ മെമ്മറി കാർഡും പിന്നെ എൻ്റെ സെറാവി പോവാനി മണ്ടാം. നമ്മളങ്ങനെ എയർപോർട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല. ലാസ്റ്റ് മിനിറ്റ് കുറച്ച് പാനിക് സീൻ ഉണ്ടായത് കാരണം ഞാൻ നേരത്തെ കാർ കയറുമ്പോ പറഞ്ഞ ഇമോഷൻസ് എല്ലാം പോയില്ല വിഷ്ണു. എപ്പോഴും നമ്മൾ എന്റർടൈനിങ് ആക്കി വെക്കണം. ഈ കാണുന്ന മുകളിലിരിക്കുന്ന പെട്ടിയിൽ മാത്രമാണ് എൻ്റെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നലെ പാക്ക് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബാക്കിയെല്ലാം അധികം ഞാൻ വാങ്ങിച്ച കാര്യങ്ങളാണ് ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പോകുമ്പോൾ വിഷ്ണു ഭയങ്കര വിഷമമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ കാര്യമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 10-25 ദിവസമൊക്കെ ഒറ്റയ്ക്ക് നിന്നാലേ തിരിച്ച് വന്നാൽ ഒരു ബാധ്യതയാവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. നല്ല റഷ് ഉണ്ട് കേട്ടോ ഒന്ന് എയർപോർട്ടിൽ. നമ്മൾക്ക് 2 മണിക്കൂർ ഇനിയുള്ളൂ. 2 മണിക്കൂറില്ല, 2 മണിക്കൂറിനാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഏകദേശം ഒരു 1:30 വരെയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. വിഷ്ണു പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. വീട്ടിൽ നിന്ന് എത്രയൊക്കെ വെയിറ്റ് നോക്കി കഴിഞ്ഞാലും എയർപോർട്ടിൽ വന്നാൽ വെയിറ്റ് നോക്കുന്ന ഒരു ചടങ്ങാണ്. ഇത്തവണ നമ്മൾ പ്രീമിയം എക്കണോമി എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ലഗേജിൻ്റെ ഇഷ്യൂ കാരണം എനിക്ക് സ്കൈ പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ പോവുകയാണ്. അപ്പോൾ ഈ ബായ് പറയുന്നത് ചെറിയൊരു സമയത്തേക്കാണെങ്കിലും ഭയങ്കര ടഫാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നും കൂടെ മനസ്സിലാക്കിയൊരു സമയമായിരുന്നു കേട്ടോ അത്. നിങ്ങൾ പലപ്പോഴും ചോദിക്കാറില്ലേ ഞങ്ങൾ 2 പേരും ഭയങ്കര ഡിഫറെൻറ്റ് ക്യാരക്ടറാണെന്നുള്ളത്. അതാണ്. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വിഷമങ്ങളാണെങ്കിൽ അത് നമ്മൾ ഒട്ടും സംസാരിക്കില്ല. കാരണം സംസാരിക്കുമ്പോൾ ആ വിഷമം കൂടി വരുന്നത് പോലെ തോന്നും. അല്ലെങ്കിൽ അങ്ങോട്ട് ഒതുക്കി അതങ്ങോട്ട് ഇല്ലാതേക്കും. ഇനി ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിഷമാണെങ്കിലാണ് നമ്മൾ കൂടുതൽ സംസാരിച്ച് അതിനെപ്പറ്റി സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെക്കിനും എമിഗ്രേഷനും പിന്നെ സെക്യൂരിറ്റി ചെക്കിനും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി 1:30-ക്കാണ് ഗേറ്റ് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ സമയം 12:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഈ പ്രയോറിറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എയർലൈൻസിൽ എടുക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര അടിപൊളി സംഭവമാണ്. നമ്മളിങ്ങനെ എന്താ കുറച്ച് ക്യൂ നിന്നാൽ പോരെ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് ഈ ഒരു കാര്യം പറയാനല്ല. നിങ്ങൾ കുറേ ആയിട്ട് ചോദിക്കാറില്ലേ ഒരു മനുഷ്യൻ നിന്നിട്ട് ക്ലോക്കിൻ്റെ ടൈം നോക്കുന്ന രീതിയിലുള്ള ഒരു ക്ലോക്ക് ആംസ്റ്റർഡാം സ്കിപ്പോൾ എയർപോർട്ടിലുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇത്രയും കാലം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ സ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ നേരെ എൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ക്ലോക്ക് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ഇമിഗ്രേഷൻ. ഇത് കഴിഞ്ഞ് നേരെ ദേ ഇങ്ങോട്ട് വരുമ്പോൾ പുള്ളി ഇവിടെ സമയമൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇപ്പം മിനിറ്റിൻ്റെ ഇതിങ്ങനെ തുടച്ച് വൃത്തിയാക്കി അടുത്ത ടൈം വരച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇടയ്ക്ക് അതിൻ്റെ അകത്ത് ചായ കുടിക്കുന്നുണ്ട്, കോഫി കുടിക്കുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. അടിപൊളി. ഇത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്ക്. കാരണം കുറേ റീലിൽ പോപ്പുലർ ആയിരുന്നല്ലോ. ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം ഞാൻ നേരിട്ട് കാണുന്നത്. കണ്ടോ പുള്ളി തിരിഞ്ഞൊക്കെ പോയി ഇപ്പൊ ക്ലോത്തൊക്കെ എടുത്ത് വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയി കാണാൻ വേണ്ടി ഞാൻ ഒന്ന് സൂം ചെയ്തിട്ടുണ്ട്. താഴെ പോയിട്ട് ഒന്നും കൂടെ അടിപൊളിയായിട്ട് കാണിക്കാം കേട്ടോ. പുളി നൈസ്. ഈ ഒരു ക്ലോക്കിൻ്റെ റീല് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര അല്ലെങ്കിൽ ഷോർട്സിൽ ഭയങ്കര പോപ്പുലർ ആയിരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പേരൊക്കെ മെസ്സേജ് ചെയ്തിട്ട് ഒരു ഷോർട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ ട്രൈ ചെയ്തെങ്കിലും നടന്നിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ സമാധാനമുണ്ട്. ഇത്തവണ നമുക്ക് അധികം ഷോപ്പിങ്ങിനുള്ള ബഡ്ജറ്റ് ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നാട്ടിലേക്ക് വരികയായതുകൊണ്ട് ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് തൂത്തുവാരിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ട് ഷോപ്പ് ചെയ്യാനൊന്നുമില്ല. നമ്മളിങ്ങനെ ഓരോ ഷോപ്പിലിങ്ങനെ കയറി ഇറങ്ങി ഒരു പവർ ബാങ്ക് എടുക്കണോ വേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു, അവിടെ തന്നെ വെച്ചു. അപ്പോൾ ഷോപ്പിംഗ് പരിപാടിയൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് കഴിച്ചിട്ട് നമുക്ക് മെല്ലെ ഗേറ്റിലോട്ട് നടക്കാം.
നടന്ന് ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ ഒരു സെറ്റപ്പ് കണ്ടു. ഏഷ്യൻ ഭക്ഷണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കഴിക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. ഒരു ചിക്കൻ ഗയോസ ആണ് ഞാൻ കഴിച്ചത്. നല്ല വാമൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. ഇപ്പോഴും ഒരു സമാധാനമായത്. വിശന്നിട്ടുണ്ടല്ലോ, കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഗേറ്റ് നമ്പർ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. രാവിലെ കുറച്ച് ഓട്സ് മാത്രമല്ല കഴിച്ചത്. അപ്പോൾ ഒരു ചിക്കൻ ഗയോസയും പിന്നെ കുറച്ച് വെള്ളവും കുടിച്ചപ്പോൾ തന്നെ ജീവിതം കുറച്ച് നന്നായ പോലെയുണ്ട്. നമുക്കിനി ഗേറ്റിൻ്റെ അങ്ങോട്ട് നടക്കാം. ഇവിടെ തന്നെ ഞാൻ അടുത്ത് വന്നാൽ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. മുഴുവൻ ഇപ്പോൾ കുറച്ചും കൂടെ സന്തോഷത്തോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ധാരാന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ പ്രതു പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പറയാം, ആര് വെടി വെച്ച് കഴിഞ്ഞാലും ഈ ബാഗ് വരരുത്, എന്താണെങ്കിലും വെടി ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇതിട്ട് ഇറങ്ങി ഓടിക്കോളാൻ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമുക്ക് ഇതിട്ടിട്ട് ഊരാ തന്നെ. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് എനിക്ക് ബൈജൂസിൽ ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം ആഗ്രഹത്തിൻ്റെ മുകളിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തതായിരുന്നു. അതിനുശേഷം ഒരുപാട് തവണ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ എപ്പോഴും ഞാൻ എക്കണോമിയാണ് ട്രൈ ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് അങ്ങനെ ഒരു ഫീലൊന്നും വന്നിട്ടില്ല, ചെയ്യണം അങ്ങനെയൊന്നും. പക്ഷേ ഇത്തവണ ലഗേജിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രീമിയം എക്കണോമി സെലക്ട് ചെയ്തത്. ലഗേജ് സ്പേസ് നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ, ഏകദേശം 42 കിലോ കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. പ്രീമിയം എക്കണോമി ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബിസിനസ് ക്ലാസ്സൊക്കെ. പിന്നെ KLMൻ്റെ പ്രീമിയം എക്കണോമിനേക്കാളും അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സിനേക്കാളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരുപാട് എയർലൈൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ സമയവും എല്ലാം കൂടെ മാച്ച് ചെയ്ത് നമുക്ക് KLM ആണ് കിട്ടിയത്. ബോർഡ് ചെയ്ത ഉടനെ അവർ നമുക്കൊരു കോംപ്ലിമെൻ്ററി കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടവലും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിച്ചു തുടങ്ങിയതാണ്. എനിക്ക് വെറുതെ കഴിക്കാൻ ഒരു സമയം ഉണ്ടായിരുന്നില്ല. എനിക്കിഷ്ടം പോലെ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല കാലിയായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. എല്ലാ സീറ്റ്സിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എല്ലാ സീറ്റ്സിലും ആരും ഉണ്ടായിരുന്നില്ല എന്നല്ല, അധികം സീറ്റ്സിലും ആരും ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു പ്രീമിയം എക്കണോമിയിൽ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള സീറ്റിലൊക്കെ ഞാൻ സ്വിച്ച് ചെയ്തിരിക്കുകയായിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ സീറ്റ് ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് എൻ്റെ സ്റ്റാൻഡൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ എനിക്ക് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ആരും അവിടെ ഇല്ലയെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു Insta 360യുടെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഞാൻ റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഇഷ്ടം പോലെ സമയമുള്ളതുകൊണ്ട് എൻ്റെ പ്ലാനിൽ വരുന്നതായിരുന്നു ഇത്രയും നേരമുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം തീർക്കണം, പിന്നെ Insta 360 ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത്. എന്തായാലും ആ 2 കാര്യങ്ങളും നമ്മളോട് ചെയ്ത് തീർത്തു. അതൊക്കെ ഏകദേശം ചെയ്ത് തീർത്തപ്പോഴേക്ക് നമ്മുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഓരോന്ന് എണ്ണിയൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊന്ന് നേരത്തെ പറഞ്ഞില്ലേ, എമിലി ഇൻ പാരീസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു 5 എപ്പിസോഡ്. അപ്പോൾ അത് 5ഉം കണ്ട് മെല്ലെ സമാധാനമായി സമയമെടുത്ത് ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എപ്പോഴും ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ചില ഫുഡൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ റെസിപ്പിയൊക്കെ നോക്കി അതുപോലെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ആകാശത്ത് കഴിക്കുന്ന ഫുഡിന് ടേസ്റ്റ് കൂടുതലാണ് എന്നുള്ളത്. ഈ ഒരു ടൈമിൽ എനിക്ക് വിഷ്ണുവിനെ അത്യാവശ്യം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം റീസെൻ്റായിട്ട് എപ്പോഴും അധികം വലിയ ട്രാവലൊക്കെ ഞാനും വിഷ്ണുവും ഒരുമിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ ട്രാവൽ കമ്പാനി എന്നുള്ള പോലെയൊക്കെ ആയിട്ടുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെറിയ തോതിൽ മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ കൂടുതൽ മിസ് ചെയ്യുക നമുക്ക് വീട്ടുകാരെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന എക്സൈറ്റ്മെൻറ്റ് തന്നെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല എൻജോയ് ചെയ്ത് സമാധാനത്തിൽ സീരീസൊക്കെ കണ്ട് ഫുഡ് കഴിക്കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഫ്ലൈറ്റിൽ അവസാനമായിട്ട് ഫുഡ് കഴിച്ച് തീർത്തത് ഞാനായിരിക്കും. കാരണം നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ നല്ല അടിപൊളി കഴിപ്പായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് നേരം നല്ല ഭംഗിയുള്ള വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. എൻ്റെ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ വേറൊരു ഫ്ലൈറ്റ് പോകുന്നത് കണ്ടു. അടിപൊളിയല്ലേ? പിന്നെ പ്രതു പറഞ്ഞതുപോലെ ഈ ബാഗ് ഞാൻ ഊരിയിട്ടേ ഇല്ല കേട്ടോ. ഇതിൻ്റെ അകത്താണ് എൻ്റെ പാസ്പോർട്ടും RP കാർഡൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ പ്രതുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഒരു കാരണവശാലും ഇത് ലൂസ് ചെയ്യരുത്, മൊബൈൽ മറന്നു വെച്ചാലും കുഴപ്പമില്ല, ഇതുണ്ടെങ്കിൽ നീ എവിടെ പോയാലും രക്ഷപ്പെടുന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കൃത്യമായി അനുസരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴേ ഞാൻ വിഷ്ണുവിൻ്റെ ഒപ്പം പോകുന്ന പോലെയോ ഗീതുവിൻ്റെ ഒപ്പം പോകുന്ന പോലെയോ ഒന്നുമല്ല, നമ്മൾ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആവും. അത് എല്ലാ ആൾക്കാരുടെയും ഒരു ഹ്യൂമൻ നേച്ചർ അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കും. അതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ചിൽ ടൈമാണ്. നല്ല അടിപൊളിയായി ബ്ലാങ്കറ്റൊക്കെ പൊതച്ച് ബാക്കി നമ്മുടെ സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കണ്ടോ? കാണുന്നവർ കണ്ടായിരുന്നു എമിലി ഇൻ പാരീസിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എപ്പിസോഡ്സ്. അങ്ങനെ അടിപൊളിയായി സീരീസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയും ഇവർ ചീസ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും ട്രാവലൊക്കെ ചെയ്ത് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുമല്ലോ, അതിൻ്റെ ടയർഡ്നെസ്സാണ്, അല്ലാതൊന്നുമല്ല. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോൾ അവർ വീണ്ടും ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നു.
ഇതും അടിപൊളി മീലായിരുന്നു. ഓരോന്ന് എന്താണെന്നുള്ളതൊന്നും ഞാൻ എണ്ണി പറയുന്നില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഇതും സമാധാനമായി കഴിച്ചപ്പോൾ ലാൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എക്സൈറ്റഡ്. എനിക്ക് ഞാൻ പറഞ്ഞു ഇപ്പോൾ വരുമ്പോൾ ഇപ്പം എനിക്ക് 2 ഫീലിംഗ് ആണ്. കാരണം വീട്ടിൽ നിന്ന് വരുന്നു, വീട്ടിലേക്ക് എത്തുന്നു, തിരിച്ച് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വരുന്നു, വീട്ടിലേക്ക് എത്തുന്നു. അപ്പം എനിക്ക് രണ്ടും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെ വരുമ്പോൾ ഭയങ്കര വിഷമം, ഇവിടെ എത്തുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇവിടെ നിന്ന് വരുമ്പോൾ ഭയങ്കര വിഷമം, അവിടെ എത്തുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. നമ്മളോട് അപ്പോൾ വി ആർ ലാൻഡിങ് ന്യൂ ഡൽഹി ഇൻ ലൈക്ക് 5 minutes 10 minutes. ഞാൻ വരുമ്പോൾ വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ലഗേജിനെ പറ്റിയിട്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടുന്ന് ഈ ഒരു 3 പെട്ടി കളക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ 2ാമത് ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്നുള്ളത്. അപ്പോൾ ആദ്യം അസിസ്റ്റൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഓൾമോസ്റ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇറ്റ്സ് ഓക്കെ, ഞാനെന്താ 29 വയസ്സുള്ള ഒരാളല്ലേ, എനിക്കെന്താ കളക്ട് ചെയ്തിട്ടുണ്ടാകും, ചെക്ക് ഇൻ ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞു അതൊന്നും ആവശ്യമില്ല, ഞാൻ ചെയ്തോളാം. പിന്നെ എനിക്ക് പ്രദുവിൻ്റെ ക്രെഡിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് €1 എനിക്ക് അവിടെ ലോഞ്ച് ആക്സസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എനിക്കതൊന്നും വിഷയമുള്ള കാര്യമില്ല. എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്? പക്ഷേ വിഷ്ണു ആലോചിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്ന ഇത്ര കാലത്തിന് ശേഷം. പക്ഷെ വിഷ്ണുവിന് അറിയാത്തൊരു കാര്യമുണ്ട്, നമ്മൾ കല്യാണത്തിന് മുന്നേ എത്ര ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തൊക്കെയാണ്. ഇപ്പോഴല്ലേ നമുക്ക് ഇത്ര സപ്പോർട്ടൊക്കെ കിട്ടുന്നത്. മറ്റേ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്നത് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഡൽഹി തൊട്ടിട്ട് നാട്ടിലെത്തുന്നത് വരെ ഞാൻ അടുത്തൊരു ബ്ലോഗിൽ കാണിക്കാം കേട്ടോ. ചുമ്മാ എല്ലാം കൂടി ഇതിൽ കുത്തിക്കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, സസ്നേഹം, തനി മലയാളി.